മസ്തകത്തിൽ മുറിവേറ്റ് കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലുള്ള ആനയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മസ്തകത്തിലെ മുറിവ് തുമ്പിക്കൈയിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യം വീണ്ടെടുക്കാൻ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വളരെ വിദഗ്ധമായ ചികിത്സയും നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ആനയുടെ ആരോഗ്യനില അത്ര സുഖകരമല്ല. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? കഴിഞ്ഞ ദിവസമാണ് ഈ അഭയാരണ്യത്തിലേക്ക് കോടനാട് ഭാഗത്തേക്ക് ആനയെ മാറ്റുകയുണ്ടായത്. അതിന്റെ മസ്തകത്തിലെ മുറിവ് അതിൽ മരുന്ന് വെച്ചൊക്കെയാണ് മാറ്റിയത്. പക്ഷേ ഈ ആനയുടെ ഒരു പ്രശ്നം, അതിന് ഈ വേദന ഉണ്ടാകാം സ്വാഭാവികമായിട്ടും. ആ വേദന വരുമ്പോൾ അതിലേക്ക് മണ്ണ് വാരി ഇടുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഈ മണ്ണ് വാരി ഇടുന്നത് കൊണ്ട് അവിടെ പഴുപ്പ് വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പ്രശ്നമായി മാറുകയാണ്. അത് ആരോഗ്യ പ്രശ്നം ഇപ്പോഴും തുടരുന്നുണ്ട്. ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. മസ്തകത്തിലെ മുറിവ് തുമ്പിക്കൈയിലേക്ക് കൂടി വ്യാപിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി കിട്ടുന്നുണ്ട്. വെള്ളം കുടിക്കുന്നതിന് ആനയ്ക്ക് ഒരു ഇത്തിരി പ്രയാസം നേരിടുന്നുണ്ട്. അതിൻ്റെതായ വെപ്രാളം ആന ആ കൂട്ടിനുള്ളിലൊക്കെ കിടന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യം വീണ്ടെടുക്കാൻ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തീവ്ര പരിശ്രമമൊക്കെ തുടരുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും ഇതിന്റെ മസ്തകത്തിൽ ഏതാണ്ട് ഒരടിയോളം മുറിവുണ്ടെന്നാണ് പറയുന്നത്. ആന ഇങ്ങനെ മണ്ണ് വാരിയിടുക എന്ന് പറയുന്നത് അത് പഴുക്കാനും അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുള്ളതാണ്. 1.5 മാസത്തെ ചികിത്സ വേണം. എന്തായാലും ഡോക്ടർമാർ കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. ഫലം കാണുമെന്ന് കരുതാം. താങ്ക് യു ശ്രീകാന്ത്. എന്തായാലും ആനയ്ക്ക് വിദഗ്ധമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്.